Hi, my name is Arjun CP and I am CT of D-Lead International. ഞങ്ങൾ കുട്ടികൾക്ക് കുറേയധികം കോഴ്സസ് കൊടുക്കാറുണ്ട്. റോബോട്ടിക്സ് ബേസ് കോഴ്സ് കൊടുക്കാറുണ്ട്, കോഡിംഗ് ബേസ് കോഴ്സസ് കൊടുക്കാറുണ്ട്, സ്ക്രാച്ച്, പൈത്തൺ, ആർ പ്രോഗ്രാമിംഗ്, ഡാറ്റ സയൻസ്, അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ബേസ്ഡ് കോഴ്സസ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ആയിട്ട്, ലോജിക്കൽ തിങ്കിങ് ബേസ്ഡ് ആയിട്ട്, കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ട് അങ്ങനെ എല്ലാ കോഴ്സും കൊടുക്കുമെങ്കിലും ദിസ് കോഴ്സ് ഇസ് വെരി പേഴ്സണൽ ടു മീ. ഈ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ലേണിങ്ങിലും എൻ്റെ കംപ്ലീറ്റ് ലൈഫിൽ ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് ബാക്കിയുള്ള കുട്ടികളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കണ്ടൻസ് ഇതിൽ പഠിപ്പിച്ചു തരാൻ പോകുന്ന കാര്യങ്ങൾ ബാക്കി കുട്ടികളുടെ അടുത്ത് എത്തണം, അവർക്കിത് പഠിക്കണം, അവരുടെ ഒരു ഹാബിറ്റിലേക്ക് മാറണം എന്ന അത്രയും ആഗ്രഹം കാരണമാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് ക്യൂറേറ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും തീരുമാനിച്ചത്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലേണിങ്ങിനെ കുറിച്ച് പറയണം. എന്തിനാണ് ലേണിംഗ് ഇത്ര എസെൻഷ്യൽ? നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലേണിങ്ങിനെ നമ്മൾ മോസ്റ്റ്ലി അസോസിയേറ്റ് ചെയ്യുക എക്സാംസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ അക്കാഡമിക്സിനെ ആയിരിക്കാം. അത് പലപ്പോഴും നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് ലെവലിനെ അടക്കം അളക്കുന്ന രീതിയിലേക്ക് വരാറുണ്ട്. എന്നാൽ ലേണിംഗ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറേയധികം സബ്ജക്ട്സിലെ ടോപ്പിക്സ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ ഒരു ഫേവറേറ്റ് ടീച്ചറാണ് എന്നുള്ളത് കൊണ്ടും, അതേപോലെ തന്നെ ദാറ്റ് ഹാസ് സം മീനിങ് ടു ഇറ്റ് എന്നുള്ളത് കൊണ്ടുമാണ്. ചില സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് കുറെ കാലത്തേക്ക് ഓർക്കാൻ പറ്റുന്നു. ചില സബ്ജക്ട്സ് അല്ലെങ്കിൽ ചില ടോപ്പിക്സ് നമ്മൾ പഠിക്കും തീരെ ഓർക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിൽ നമുക്ക് ഇപ്പോഴും പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് ആക്ച്വലി ഒരു ലേണിങ്ങിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് 1-2 എക്സാമ്പിൾസും കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് നമ്മൾ ഈ കോഴ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എൻ്റെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലേണിംഗിലേക്ക് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ 1-2 എൻ്റെ ലൈഫിൽ തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസിഡൻസ് നടന്നു. ആ നടന്നതിനെ ബേസ് ചെയ്ത് ഞാൻ പിന്നെ സ്റ്റഡി ചെയ്ത് നമ്മൾ അതിനെ ക്യൂറേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 9th-ലും 10th-ലും നമുക്ക് കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ ഉണ്ട്. കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിൾ ഉണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിൾ മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. കുറേയധികം ചോദ്യങ്ങൾ പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്ത് വരാറുണ്ട്, അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം നമ്മളുടെ അടുത്ത് പലപ്പോഴും ടീച്ചേഴ്സ് പറയും, നിങ്ങൾ അത് പീരിയോഡിക് ടേബിൾ ഹാർട്ടായിട്ട് പഠിക്കാതെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം, രാത്രിയോ രാവിലെയോ എന്നുള്ളതെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. അപ്പം ഞാനും എന്ത് ചെയ്തു, സാധാരണ ഏതൊരു കുട്ടി ചെയ്യുന്ന പോലെ തന്നെ ഒരു പീരിയോഡിക് ടേബിളിൽ എടുത്തു. അതിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ഓരോ എലമെന്റ്സിനും ഞാൻ നോക്കും, ഓർക്കും. ആദ്യത്തെ കിട്ടി, 2ാമത്തെ കിട്ടി, 3ാമത്തെ കിട്ടി, പിന്നെയും എവിടെയാണോ മറന്നുപോയത് അവിടുന്ന് വീണ്ടും തുറന്ന് വീണ്ടും ബുക്കിലേക്ക് നോക്കി പീരിയോഡിക് ടേബിളിനെ ഓർക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഇതൊരു റിപ്പീറ്റഡ് പ്രോസസ്സായിട്ട് കുറേ വട്ടം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് പിന്നെ വീണ്ടും ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതാ ഒന്നും ഓർമ്മയില്ല. ഇതായിരിക്കും ജനറലി നടക്കുന്ന ഒരു സിനാരിയോ. ഇത് ഭയങ്കരമായിട്ട് എന്നെ പേഴ്സണലി എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇന്റലിജൻസ് കുറവാണോ, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ലോ ആവാം, എൻ്റെ മൊറാല് ലോ ആവാം, ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് അത്ര ബാക്കിയുള്ളവരെ പോലെ അത്ര ബുദ്ധി ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെ അത്ര ഇന്റലിജൻസ് ഇല്ലാഞ്ഞിട്ടായിരിക്കും, അവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള ആൾക്കാരാണ്, അവരൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ 1st-ഉം 2nd-ഉം ഒക്കെ വരുന്ന കുട്ടികളാണല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ഒരു ലൂപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അൺടിൽ വൺ ഇൻസിഡന്റ് ചേഞ്ച്ഡ് മീ. ആ ഇൻസിഡന്റ് ആണ് ഇതിന്റെ എല്ലാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് എനിക്ക് ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്നതിലേക്ക് ഇത്രയും അധികം ഒരു ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആയിരുന്നു. എന്താന്ന് ഞാൻ പറയാം. നമ്മുടെ ബോർഡ്സിന്റെ സമയമാകുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ നമ്മളുടെ എക്സാം സമയത്ത് ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ബാക്കി കുട്ടികളോടൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കാം. നമ്മൾ രാവിലെ എക്സാമിന്റെ സമയത്ത് ചെല്ലുകയാണ്. ചിലപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പോയി നോക്കുമ്പോൾ ഒരു ബന്ധമില്ലാതെ ഏതൊക്കെയോ ആൾക്കാരുടെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താണ് ഇത്, നീ ആരുടെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊരു ടെക്നിക്കാണെന്ന് പറഞ്ഞു. എന്ത് ടെക്നിക്ക്? നമുക്ക് പീരിയോഡിക് ടേബിൾ പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഈ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റ്സിനെയും നമ്മൾ ഓരോ ആൾക്കാരായിട്ട് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് നമുക്കൊരു കഥ പോലെ ആക്കി കഴിഞ്ഞാൽ ആ കഥ നമ്മൾ ഓർത്താൽ മതി. അതിനുശേഷം നമ്മൾ തിരിച്ച് ആ കഥയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഓരോ പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെന്റ്സിനെയും നമുക്ക് ഓർമ്മയിൽ കിട്ടും എന്ന് പറഞ്ഞു. ദാറ്റ് ആക്ച്വലി ചേഞ്ച്ഡ് മൈ തോട്ട് പ്രോസസ്. അതിൽ നിന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഇന്റലിജൻസ്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ
മാത്രമാണ് എന്ന് മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു. ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഇതിന്റെ ഒരു റിയൽ ലൈഫ് സിനാരിയോയിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ബി റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ്. ഈ ഒരു വേർഡിങ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊരു നിമോണിക്കാണ്. നിമോണിക് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 +2 വരുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫിസിക്സിൽ എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യും. ആ സമയത്ത് നമുക്ക് റെസിസ്റ്ററിന്റെ കോഡ് പഠിക്കാനുണ്ടാവും. ഈ റെസിസ്റ്ററിന്റെ കോഡ് എന്നുള്ള റെസിസ്റ്റർ തന്നു കഴിഞ്ഞാൽ അതിൽ കുറേ അധികം കളേഴ്സ് ഉണ്ടാവും. ഈ കളേഴ്സ് ടോട്ടൽ നമ്മൾ റീഡ് ചെയ്തിട്ട് എത്രയാണ് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈവൻ ഇൻ കേസ് ഓഫ് എഞ്ചിനീയറിംഗ് ആർട്സ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഈ ഒരു റെസിസ്റ്ററിന്റെ കോഡിന്റെ റേറ്റിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ ഓരോ കളറിന്റെയും ഇമ്പോർട്ടൻസ്, ആ കളറിന്റെ അസോസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു നിമോണിക് ആണത്. അപ്പം ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതെനിക്ക് ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഇന്റലിജൻസ്, ഇറ്റ്സ് അബൌട്ട് ഹൗ വി ലേൺ. നമ്മൾ എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള എനിക്ക് മനസ്സിലാക്കി തന്ന വേറൊരു ഇൻസിഡൻറ്റ് കൂടിയായിരുന്നു അത്. ഇതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പല സ്റ്റുഡൻസും പല കസിൻസും, ഇവരൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പഠിക്കുന്ന പല രീതിയിലാണ്. അത് മോസ്റ്റ്ലി കംസ് ത്രൂ പേരൻസ് ആവാം, അല്ലെങ്കിൽ അവർ കാണുന്നവരാവാം, അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് അവർ എടുക്കുന്ന രീതിയിലാണ് അവർ പഠിക്കുന്നത്. ഇതൊരു ഹാബിറ്റാണ് ആക്ച്വലി. ലേണിംഗ് ചെയ്യുന്ന പല ആൾക്കാരും ലേണിംഗ് ചെയ്യുന്ന രീതി ഒരു ഹാബിറ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ വളരെ സ്ട്രാറ്റജൈസ് ചെയ്ത്, വളരെ സ്ട്രക്ചറൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഞാൻ 1-2 എക്സാമ്പിൾസും കൂടി പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ വായിച്ച് പഠിക്കും. അപ്പം ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ അടുത്തൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ പേരൻസ് പറഞ്ഞു വായിച്ച് പഠിക്കും, നീ വായിച്ച് പഠിക്കും, എന്നാലേ നിൻ്റെ മനസ്സിൽ മെമ്മറിയിൽ കയറുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ ഈ വായിച്ച് പഠിക്കുന്നത് എന്തിനാ പണ്ടൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻസ് ഈ വായിച്ച് പഠിക്കാൻ പറയുമ്പോൾ നമ്മളിതിങ്ങനെ വായിക്കുക, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിക്കുക, ഉറക്കനെ വായിക്കാനൊക്കെ പറയും. അപ്പോൾ ഈ ഉറക്കനെ വായിക്കുന്ന എന്തിനാ വെച്ചാൽ തൊട്ടപ്പുറത്തെ റൂമിലൊക്കെ ആയിരിക്കും നമ്മളുടെ പേരൻസ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർക്കിത് കേൾക്കുമ്പം എൻ്റെ മോൻ പഠിക്കുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ എൻഡ് റിസൾട്ട് അല്ല നോക്കുന്നത്, അവർ പേഴ്സണലി സാറ്റിസ്ഫൈ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ മകൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഈ മകൻ്റെ ഉറക്കനെ വായിച്ച് അവിടെ കേൾക്കുന്ന സമയം. നമ്മൾ പലപ്പോഴും ഈവൻ ഇൻ കേസ് ഓഫ് പല മലയാളം മൂവീസ് അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എഴുതി പഠിക്കുക എന്ന് പറയും. പല പേരൻസും പറയുന്ന ഒരു കാര്യമാണ് എഴുതി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബുക്ക് നോക്കും, ബുക്കിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നോക്കും, എഴുതും, നോട്ട് എഴുതും. ഒരു ദിവസം ഫുള്ള് ഇരുന്ന് നോട്ട് എഴുതിയെന്ന് വിചാരിച്ചോ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവനോട് ചോദിക്കുകയാണ്, ഈ നോട്ട് എഴുതിയതിന് ശേഷം എന്തൊക്കെയാണ് നീ ഇന്ന് പഠിച്ചേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ പലപ്പോഴും പല കാര്യങ്ങളും ഇവരുടെ ഹാബിറ്റ്സ് ഔട്ട് ഓഫ് ജസ്റ്റ് ഒരു ഷോ കേസിംഗ് മാത്രമായി മാറുന്ന സമയങ്ങളുണ്ട്. അപ്പൊ ശരിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കുക. എപ്പോഴാണോ നമുക്കത് ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്കത് വേറൊരു സ്ഥലത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരുന്നത്, ആ സമയത്ത് നമുക്കത് അവൈലബിൾ ആവുക, നമുക്ക് ഓർമ്മയിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്യാൻ കുറെ മെത്തേഡ്സ് ഉണ്ട്. ജപ്പാനീസുകാർ യൂസ് ചെയ്യുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്, അല്ലാതെ കുറെ ടെക്നിക്സ് ഉണ്ട്. ഇതിന് നമ്മൾ കുറെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി AI കാലത്ത് നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ പണ്ട് പഠിച്ചിരുന്ന അതേ മെത്തേഡ്സിലാണ് പല കുട്ടികളും ഇപ്പോഴും പഠിക്കുന്നത്. അതിലൊരു ചേഞ്ച് നീഡഡ് ആണ്. അങ്ങനെയല്ല ആക്ച്വലി പഠിക്കേണ്ടത്. പഠിക്കേണ്ട രീതികൾ മാറേണ്ടതുണ്ട്, പഠിക്കേണ്ട ഹാബിറ്റ്സുകൾ മാറേണ്ടതുണ്ട്. ആസ് എ സ്പോർട്സ് പേഴ്സൺ എനിക്ക് ഈവനിങ്സ് കളിക്കാൻ പോകാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതും എസ്പെഷ്യലി ചെറുതാവുന്ന സമയത്ത് എനിക്കിങ്ങനെ ഈവനിങ്ങിൽ കളിക്കാൻ പോകുന്നത് കുറേ വട്ടം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. വൈ? പഠിക്കേണ്ടത് കൊണ്ട്. പക്ഷെ പഠിക്കേണ്ട ആ സമയത്ത് ഞാൻ ആ ടൈം എഫക്റ്റീവ്ലി എനിക്ക് മെമ്മറിയിലേക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ആ സമയം ഒരു ഹാഫ് ആൻ അവർ ആണ് ഞാൻ പഠിക്കുന്നത്, ആ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് ബി 100%, ബിക്കോസ് ഹൗ ഐ ആം ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്, കുറേ ടെക്നിക്കുകളുണ്ട്. അതിനെ റൈറ്റായിട്ട് ചാനലൈസ് ചെയ്യുക, റൈറ്റായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻ ദ കമ്മിങ് എറ ആൾമോസ്റ്റ് എല്ലാ ലീഡേഴ്സിൻ്റെയും, ടോപ്പ് ടെക്നോളജി ലീഡേഴ്സ് അല്ലെങ്കിൽ ലോൺ മസ്ക് പോലെയുള്ള പല ആൾക്കാരുടെ ടോക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഇനി എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻ ഫ്യൂച്ചർ പീപ്പിൾ ഹു ക്യാൻ അൺലേൺ ആൻഡ് റീലേൺ ഇൻ എ ഫാസ്റ്റ് പേസ്, അവരുടെ വേൾഡ് ആണ് ഇനി എന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്ക് ഇനി ടെക്നോളജി ഭയങ്കരമായിട്ട് പെട്ടെന്ന് മാറും. ഈവൻ പണ്ടത്തെ പോലെയല്ല. നമ്മൾ പലപ്പോഴും ഈവൻ ടീച്ചേഴ്സിന്റെ കാര്യത്തിലടക്കം പറയാറുണ്ട്, ടീച്ചേഴ്സിന് കുറെ കാലം ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്ജക്ട് ഒരു വട്ടം പഠിച്ചാൽ മാത്രം മതി, എത്ര കാലം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം, അവർക്ക് ആ സെയിം ടോപ്പിക്കാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള. അങ്ങനെയല്ല. എല്ലാ
എല്ലാ സെഗ്മെന്റിലും എല്ലാ പ്രൊഫഷനിലും ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ആർ നോട്ട് ലേണിംഗ്, ഇഫ് യു ആർ നോട്ട് അപ്ഗ്രേഡിങ്, നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിൽ ഔട്ട് ആവും. അത് ഏത് പ്രൊഫഷനിലും ഇനി അങ്ങനെയാണ്. ദ വേൾഡ് ഈസ് ചേഞ്ചിങ് അറ്റ് സച്ച് എ ഫാസ്റ്റ് പേസ്. അപ്പൊ ഇങ്ങനൊരു വേൾഡിൽ നമ്മൾ ഹെൽത്തി ലേണിംഗ് മെത്തേഡ്സ് കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് തോട്ട് ഇൻ സ്കൂൾസ്, ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് തോട്ട് അറ്റ് ഹോംസ്. വീട്ടിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഓൾഡ് രീതികളിലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരുടെ ഒരു ലേണിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ കോഴ്സ്. ചില ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഫോർ ലോങ് ടേം ബെനിഫിറ്റ്. അങ്ങനെ ലോങ് ടേമിലേക്ക് ബെനിഫിറ്റ് വരുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സും കൂടിയാണത്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ചേഞ്ച് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻറോൾ ഫോർ ദിസ് കോഴ്സ്. താങ്ക് യു.